റിനു കൂടി നമ്മളും ചെയ്യുന്നു. റിനു, ഈ പറഞ്ഞതുപോലെ ഒരുക്കങ്ങൾ നൈവേദ്യം അർപ്പിച്ചു. ഇനി അടുത്ത വർഷം ദേവിയെ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ, അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ ഭക്തരൊക്കെ മടങ്ങുകയാണ്. ഈ മടങ്ങുന്ന ഭക്തർ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തരുണ്ട്, എല്ലാ ജില്ലകളിലേക്കും പോകുന്നവരുണ്ട്. അവരുടെ യാത്രാ സൗകര്യങ്ങളടക്കമൊക്കെ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ റിനു? സുഹൈൽ, വ്രതശുദ്ധിയുടെ ആത്മസമർപ്പണം അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഇനി അടുത്ത വർഷം വീണ്ടും ദേവിയുടെ നടയിലെത്തി പൊങ്കാല സമർപ്പിക്കാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ജനസാഗരം ഇതാ തിരികെ മടങ്ങുകയാണ് അനന്തപുരിയിൽ നിന്ന്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം ഏറ്റവും പ്രധാനം നമുക്ക് എടുത്തു പറയേണ്ടുന്നത് ഈ തിരുവനന്തപുരത്തിന്റെ സവിശേഷത. കാരണം പൊങ്കാല അർപ്പിക്കുവാൻ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ഒപ്പം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് ജനങ്ങൾ എത്തും. ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ കണ്ടതാണ്. പാളയം ഇമാമിന്റെ ആ ഒരു പ്രഖ്യാപനം. അത്തരത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു കേരള സ്റ്റോറി അത് തിരുവനന്തപുരത്താണ് ഈ ദിവസം നടന്നത് എന്ന് നമുക്ക് പറയാം. പൊങ്കാല സമർപ്പിച്ച് നിവേദ്യം സമർപ്പിച്ച ഒരു യാഗശാലയാക്കി മാറ്റിയ അനന്തപുരി, അതിനുശേഷം ഭക്തജന ലക്ഷങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. ഇവർക്ക് തിരികെ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി അധിക സർവീസുകൾ KSRTCയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക ഡിപ്പോകളിൽ നിന്നും അധിക ബസ്സുകൾ എത്തിച്ച് രാവിലെ മുതൽക്ക് തന്നെ മറ്റെങ്ങോട്ടും സർവീസ് നടത്താതെ കാത്തിരിക്കുകയാണ്. അവരെ തിരികെ വീടുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ലയനായി റോഡിന്റെ വശങ്ങളിലുണ്ട്. ഇവരെയും കൂട്ടി ഇപ്പോൾ ഈ പ്രാദേശിക മേഖലകളിലടക്കം ഈ ബസ്സുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേക ട്രെയിൻ സർവീസും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അധിക ട്രെയിൻ സർവീസുകളും ഭക്തർക്ക് തിരികെ മടങ്ങുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ സൗജന്യ യാത്രകൾ, മറ്റ് ടെമ്പോ ട്രാവലറുകളെല്ലാം തന്നെ സൗജന്യ യാത്രകൾ, അല്ലാതെ കാശ് മുടക്കി തന്നെ ഇവർ വരുന്ന കാഴ്ച. ഇങ്ങനെ നാനാ മതസ്ഥരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പൊങ്കാല സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ യാഗശാലയാക്കി മാറ്റി ഭക്തജനങ്ങൾ മടങ്ങുമ്പോൾ ഈ കല്ലും കട്ടയും ഇവർ കൊണ്ടുവന്ന വിറക് കഷ്ണങ്ങളും പേപ്പറും പ്ലാസ്റ്റിക്കും ഇതെല്ലാം ഈ റോഡിൽ ഉപേക്ഷിച്ചാണ് ഇവർ മടങ്ങുന്നത്. അതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അതിനൊരു സംവിധാനം നഗരസഭ അല്പസമയത്തിനകം, അതായത് ഒരു വശത്ത് നിന്ന് ഈ ഭക്തജന ലക്ഷങ്ങൾ മടങ്ങുമ്പോൾ ആ മറുവശത്ത് നിന്ന് ഈ ശുചീകരണം മിനിറ്റുകൾക്കകം, നിമിഷങ്ങൾക്കകം ആ റോഡിനെ പഴയ രൂപത്തിലേക്കാക്കി മാറ്റുന്നു. അത് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളാണ്. ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, വോളണ്ടിയർമാർ എല്ലാവരും അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. കൃത്രിമ മഴ അടക്കം പെയ്യിപ്പിച്ചുകൊണ്ട് നഗരസഭ ഈ നഗരത്തെ നിമിഷങ്ങൾക്കകം തന്നെ ശുചീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച. അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കാരണം ഈ പൊങ്കാല അർപ്പിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തകരും വോളണ്ടിയർമാരും ഓരോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഓരോ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ചുമതല നൽകിക്കൊണ്ട് അവിടെ സജ്ജീകരിച്ചിരിക്കും. അവർ ഈ പൊങ്കാല അർപ്പിച്ച് പോകുന്നതിന് അല്പസമയത്തിനകം തന്നെ ഈ കട്ടകളും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യും. ഏറ്റവും പ്രധാനം നമുക്കറിയാം, കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതി വീടുകൾക്ക്, സാധാരണക്കാർക്ക് വീട് വയ്ക്കുവാൻ വേണ്ടി ഈ പൊങ്കാലക്കല്ലുകൾ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇത്തവണ വന്ന BJP ഭരണസമിതിയും ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇഷ്ടികകൾ ശേഖരിച്ച് ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ഈ അപേക്ഷകൾ സ്വീകരിച്ച നിർധരരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ലൈഫും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭവന പദ്ധതിയിലൂടെയൊക്കെ തന്നെ വീട് വെക്കുന്നതിന് വേണ്ടി നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല ഭരണസമിതി, പക്ഷേ ഇപ്പോൾ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും ഈ അനന്തപുരിയുടെ ആകാശം മുഴുവനും സമത്വത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും ഒക്കെ തന്നെ പുക കൊണ്ട് മൂടി, അതിനുശേഷം യാഗശാലയാക്കി മാറ്റി, അതിനുശേഷം ഇതാ ഭക്തജന ലക്ഷങ്ങൾ തിരികെ വീട്ടിലേക്ക് യാഗശാലയായി മാറിയ തലസ്ഥാനം പതിയെ പഴയ നിലയിലേക്ക് പോവുകയാണ്. ഭക്തർ അമ്മയ്ക്ക് മുമ്പിൽ എല്ലാം സമർപ്പിച്ച് മടങ്ങുന്നു. അതിവേഗത്തിൽ തന്നെ ഈ പറഞ്ഞ നേരത്തെ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞ നഗരത്തെ വളരെ വേഗത്തിൽ പഴയ നിലയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും, അങ്ങനെ ഒരു മെക്കാനിസം പണ്ട് മുതൽ അവിടെയുണ്ട്. ആ മെക്കാനിസം കൃത്യമായി അവിടെ നടപ്പിലാകുന്നു. ഈ പറയുന്ന ഭക്തജനങ്ങൾ ആറ്റുകാൽ അമ്മയ്ക്ക് അർപ്പിച്ച് പൊങ്കാല അർപ്പിച്ച അടുപ്പിന്റെ ഇഷ്ടികൾ പോലും അതൊരു മാനവികതയുടെ ഉയരങ്ങളിലേക്ക് മാറുന്നു. ആ ഇഷ്ടികൾ പാവപ്പെട്ടവർക്ക് വീടാകുന്നു. നടക്കമുള്ള ഒരുപാട് തലങ്ങളുള്ള ഒരു ആറ്റുകാൽ പൊങ്കാലയെ മാറുന്ന ഒരു ഉത്സവമായി മാറുന്നു ആറ്റുകാൽ എന്ന് പറയേണ്ടി വരും. നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.